പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ഫറോസ ഹൊറൈസൺ 5. എടാ പിഞ്ചാനെ, ഫറോസ അല്ല ഫോർസ ഹൊറൈസൺ 5. ആദ്യം ഷിൻചാനെ തെറ്റിക്കാറ്, ഇപ്പോൾ നീയും. അയ്യോ സോറി അണ്ണാ. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ഫോർസ ഹൊറൈസൺ 5. ഇന്ന് പിന്നെ നമ്മൾ കൊണ്ടുവന്ന വണ്ടി 2018 മോഡല് BMW M5 ആണ് കേട്ടാ. M5 പിന്നെ നൈസ് വണ്ടിയാ, ഒരു രക്ഷയില്ല. ഈ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്. അതെ ഗൈസ്, ഈ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്. ഇത് പിന്നെ മോഡിഫൈഡാ, അല്ലാണ്ട് സ്റ്റോക്ക് വണ്ടിയല്ല. അതുകൊണ്ട് ഈ വണ്ടി നല്ല സ്പീഡിൽ പോവും. എടാ ഷിൻചാനെ പിഞ്ചാനെ, അപ്പോൾ എന്താ പരിപാടി? നമുക്ക് ഈ വണ്ടി വെച്ചിട്ട് റേസിലൊക്കെ കയറല്ലേ? ആ അണ്ണാ, നമുക്ക് ഈ വണ്ടി വെച്ചിട്ട് റേസിലൊക്കെ കയറാം. പക്ഷെ അതിനു മുൻപേ ഈ വണ്ടിയുടെ ജംപ് ടെസ്റ്റില് അതും കൂടി ചെയ്യണം. ഈ വണ്ടിക്ക് ഇപ്പോൾ ഏതായാലും സ്പീഡൊക്കെ ഉണ്ടല്ലോ. അന്നേരം ഈ വണ്ടി ജംപ് ടെസ്റ്റിൽ പാസ്സാവോ ഫെയിലാവോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ആടാ ഷിൻചാനെ, നമുക്കത് നോക്കാം. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഈ വണ്ടി ജംപ് ടെസ്റ്റിൽ പാസ്സാവുമെന്ന്. വണ്ടിക്ക് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. ഇത് മോഡിഫൈഡ് വണ്ടിയാ, പക്ഷേ ഇത് ഫുള്ളി മോഡിഫൈഡ് അല്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ വെച്ചിട്ടാ നമ്മൾ ജംപ് ടെസ്റ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ 3, 2, 1 ലെറ്റ്സ് ഗോ. ഈ വണ്ടിക്ക് പിന്നെ നല്ല പിക്കപ്പ് ഉണ്ട് കേട്ടാ. ഇപ്പോൾ തന്നെ 200 കടന്നു. അതിപ്പോൾ ഏതായാലും കൊള്ളാം. ഇപ്പോൾ ഇതേ 300 കടന്നു. 400 കിടക്കുമോ? അതെനിക്കറിയില്ല. 400 കടക്കില്ല എന്നാ തോന്നണേ. 380 എത്തി. ഇല്ലില്ല, 400 കടന്നില്ല. ഈ വണ്ടി ജംപ് ടെസ്റ്റിൽ പാസ്സാവൂ? ഇല്ലില്ല, വെള്ളത്തിൻ്റെ അപ്പുറത്തെത്തിയില്ല. അണ്ണാ അതെ, ഈ വണ്ടിയില്ലേ ഇത് അറ്റ്ലീസ്റ്റ് വെള്ളത്തിലും എത്തിയിട്ടുണ്ട്. ഇതിനു മുന്നേ നമ്മൾ എന്തോരം വണ്ടികൾ കൊണ്ടുവന്നു, അതൊന്നും വെള്ളത്തിൽ പോലും എത്തിയില്ല. ഈ വണ്ടി ഇപ്പോൾ പിന്നെയും ഭേദമാണ്. ആടാ ഷിൻചാനെ, അതിപ്പോൾ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഇപ്പോൾ വണ്ടിക്ക് ഡാമേജ് ഒന്നുണ്ട്. ബാക്കൊക്കെ മൊത്തം പോയി, ചില്ലൊക്കെ പൊളിഞ്ഞു. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു റേസിൽ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. റേസിൽ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അന്നേരം ഈ വണ്ടിയിൽ അത് തന്നെത്താൻ റിപ്പയർ ആയിക്കോളും. ഇത് പിന്നെ ഒരു ഹൈവേയാ, ഹൈവേയിൽ വെച്ച് നമ്മൾ വെച്ച് പറപ്പിക്കുക, ഒന്നും നോക്കണില്ല. ഇവിടെ പിന്നെ വണ്ടി നല്ല സ്പീഡിൽ പോവുണ്ട്. 380 കടന്നു. ഇതാണോ ടോപ്പ് സ്പീഡ്? 400 കടക്കും തോന്നുന്നുണ്ട്. 398. ആടാ ഷിൻചാനെ, 400 കടന്നു. ഈ വണ്ടി ഇപ്പോൾ 400ൻ്റെ മേലെ പോവും. നേരത്തെ ജംപ് ടെസ്റ്റ് ചെയ്യണ സമയത്ത് എന്താണാവോ ഈ വണ്ടി 400ൻ്റെ മേലെ പോയില്ല. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ പിന്നെ മുമ്പിൽ ഒരു റേസൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പറ്റിയെങ്കിൽ അതിൽ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇവിടെയാണ് ആ റേസ് നടക്കണേ. നമുക്കപ്പോൾ ഈ റേസിൽ കയറാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ റേസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇത് പിന്നെ ആദ്യത്തെ റേസാ. ആദ്യത്തെ റേസിൽ ഞാനായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബാക്കി 2 റേസിലും ഷിൻചാനും പിഞ്ചാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ റേസില്ലേ, ഈ റേസ് ജയിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ കൂടെ വന്ന പ്ലെയേഴ്സില്ലേ, അത് അത്യാവശ്യം നല്ല പ്ലെയേഴ്സാ. അവർ നല്ല സ്പീഡിലൊക്കെ പോവുന്നുണ്ട്. ജയിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഈ റേസിൽ ജയിക്കണമെങ്കിലേ അറ്റ്ലീസ്റ്റ് 3ാമത്തെ പൊസിഷനിൽ എത്തണം, എന്നാലും ജയിക്കുള്ളൂ. 4ാമത്തേൽ എത്തിക്കഴിഞ്ഞാൽ ഫെയിലായി. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും 3ാമത്തെ പൊസിഷനിൽ എത്തണം. ഇവിടെ ഇപ്പോൾ നമ്മൾ 5ാമത്തെ പൊസിഷനിലാണ്. അത് കുഴപ്പമില്ല. ഇപ്പോൾ അത് 3ാമത്തേലെത്തി. ലെറ്റ്സ് ഗോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറപ്പിച്ച് വിടാം. അവന്മാർ പിന്നെ എൻ്റെ തൊട്ട് പിന്നാലുണ്ട്. അതൊന്നും സീനില്ല. ഇവിടെ പിന്നെ വലിയൊരു വളവുണ്ട്. ഇതെന്തത്, വണ്ടി വളയണില്ലല്ലോ. എന്താണോ? നമ്മളിപ്പോൾ 2ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ. ഇനിയിപ്പോൾ ഫസ്റ്റ് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. കഴിഞ്ഞ 2 കളിയിലും ഞാൻ ഫസ്റ്റ് അടിച്ചില്ല, സെക്കൻഡ് ആയിരുന്നു. ഇപ്രാവശ്യം ഫസ്റ്റ് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഇത് പിന്നെ വലിയൊരു വളവാ. കുഴപ്പമില്ലാണ്ട് വളച്ചെടുത്തുണ്ട്.
ഒരു സ്ട്രെയിറ്റ് റോഡ് എത്തട്ടെ, അന്നേരം കാണിച്ചു കൊടുക്കാം. ഇവിടെ പിന്നെ നിറച്ച് വളവാ, വലിയ വലിയ വളവാ. ഇതാണെങ്കിൽ വളച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടുപെടുന്നുണ്ട്. അയ്യോ, ഇവൻ കയറി പോവോ? ഈ റേസ് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. 67% റേസ് കംപ്ലീറ്റ് ആയി. കയറിപ്പോ. നമ്മളെ കൊണ്ട് ഫസ്റ്റ് അടിക്കാൻ പറ്റും. ഈ വണ്ടി പിന്നെ എല്ലായിടത്തും ഇടിക്കുക. ഇവിടെ പിന്നെ വലിയൊരു വളവുണ്ട്. എൻ്റെ പൊന്നു വണ്ടിയെ, അങ്ങോട്ട് വളയി. ഈ വണ്ടികളൊന്നും വളയാത്ത. ഞാൻ പിന്നെ മറ്റേനെ ഓവർടേക്ക് ചെയ്തുട്ടാ. എന്തെങ്കിലും ആവട്ടെ, ഈ റേസ് അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെയും വലിയൊരു വളവുണ്ട്. ഇയാളെന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഈ റേസ് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറേ. നമ്മളിതേ ഫിനിഷ് ലൈൻ എത്താറായി. മറ്റേമാർ പിന്നെ എൻ്റെ തൊട്ട് പിന്നാലുണ്ട്. അവരിപ്പം എന്നെ ഓവർടേക്ക് ചെയ്യും. അതിനെ സമ്മതിക്കില്ല. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഈ റേസിൽ ജയിച്ചു, ഫസ്റ്റ് അടിച്ചു. ഇവിടെ പിന്നെ ഒരു വീൽ സ്പിൻ ഉണ്ട്. എന്തുട്ടാ കിട്ടാമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓ, നമുക്കൊരു വണ്ടി കിട്ടിയിട്ടാ, കോർവെറ്റ്. അതും 2002 മോഡല്. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ അടുത്തത് ആരാ? ഷിൻചാന പിൻചാന? അടുത്തത് ഞാൻ കയറിക്കൊള്ളാം. ഇവിടെ ഇപ്പോൾ അടുത്ത് വല്ല റേസ് ഉണ്ടാ? റേസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ കയറായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിഞ്ചാൻ കയറിക്കോ. ഈ ഭാഗത്ത് റേസ് ഒന്നുമില്ല കേട്ടാ. എനിക്കിവിടെ റേസ് ഒന്നും കാണാനില്ല. നമുക്കപ്പോൾ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോവാം. ഇവിടെ പിന്നെ എന്താണാവോ, നല്ല മഴക്കാരുണ്ട്. മിക്കവാറും നല്ല മഴ പെയ്യും. മഴ പെയ്താലും കുഴപ്പമില്ല. മഴയത്ത് വണ്ടി ഓടിക്കാനായിട്ട് നല്ല വൈബാ. ഓക്കെ, ഇവിടെ ഒരു റേസൊക്കെ നടക്കുന്നുണ്ട്. ഈ റേസിൽ നമുക്ക് കയറിയാലോ? നമ്മൾ മുന്നേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ കയറാം. BMW M5 സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ വീണ്ടും റേസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ലെറ്റ്സ് ഗോ. അവന്മാരിതേ കയറി പോവുണ്ട്. ഇവരെന്ത് സ്പീഡിലാ പോണേ? ഇത് ഇവരുടെ ഒടുക്കത്തെ സ്പീഡാ. ഇപ്പം ശരിയാക്കരാം. നമ്മൾ പിന്നെ 9ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ. നമുക്ക് എല്ലാവരും ഓവർടേക്ക് ചെയ്യണം. ഈ റേസിലും ഇഷ്ടം പോലെ വളവുണ്ട് കേട്ടാ. ഇതെന്തത്? ഇവിടെ എല്ലാ റേസിലും വലിയ വലിയ വളവാണല്ലോ. ചെറിയ വളവൊക്കെ വെച്ചാൽ പോരെ. ഇതിപ്പോൾ വണ്ടി വളച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടാ. എന്നാലും സീനില്ല, നമുക്ക് ഈ വണ്ടി ഇങ്ങ് വളച്ചെടുക്കാം. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, പതുക്കെ പോ. നമ്മളിപ്പോൾ 6ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ. 6ാമത്തെ എത്തിയില്ലേ, സീനില്ല. നമുക്ക് പതുക്കെ എല്ലാവരും ഓവർടേക്ക് ചെയ്യാം. ഇതെന്തത്? ഇയാൾ എനിക്ക് സൈഡ് തരുന്നില്ലല്ലോ. എൻ്റെ പൊന്നു കാറാറാ, അങ്ങോട്ട് മാറിക്ക്. ഞാനത് പൊക്കോട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ളവരെയും ഓവർടേക്ക് ചെയ്യണം. ലെറ്റ്സ് ഗോ. ഇവിടെ ഞാൻ ബാക്കിയുള്ളവരെയും ഓവർടേക്ക് ചെയ്തു. അവിടെ പിന്നെ ഒരു വളവുണ്ടായിരുന്നു. ഇവിടെയും ഇഷ്ടം പോലെ വളവുണ്ട്. ഇവിടെ ഇപ്പോൾ വലിയൊരു വളവ് വരുന്നുണ്ട്. നമുക്ക് ഈ വണ്ടി ഇങ്ങ് പതുക്കെ വളച്ചെടുക്കാം. മാറൊക്കെ അങ്ങോട്ട്. ഇപ്പം നമ്മൾ 1ാമത്തെ പൊസിഷനിലാണ്. ഇനി മണ്ടത്തരൊന്നും കാണിക്കണ്ട. ഈ റേസ് അങ്ങ് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ റേസ് കംപ്ലീറ്റ് ആവാറേട്ടാ. ഇയാൾ എൻ്റെ പിന്നാലെ വിടുന്നില്ലല്ലോ. എടാ മാറിക്ക് അങ്ങോട്ട്. ഞാൻ ഈ റേസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അല്ല പിന്നെ എൻ്റെ അടുത്ത കളി. ഇവന്മാരെൻ്റെ പിന്നാലെ വിടണില്ല. ഇവരെങ്ങാനും ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാളും. ഈ റേസിൽ ഞാൻ ഔട്ടാവും. ലെറ്റ്സ് ഗോ. ഈ റേസിലും കൂടി ഞാനെങ്ങനെ ഫസ്റ്റ് അടിച്ചേക്കാ. ജസ്റ്റ് മിസ്സാ ജയിച്ചേ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയനെ. ഓക്കെ, ഇവിടെ അങ്ങനെ 2ാമത്തെ റേസും കംപ്ലീറ്റ് ആയിക്കാണ്. ഇനിയിപ്പോൾ അടുത്തത് പിഞ്ചാനാ. ഇനി പിഞ്ചാനായിരിക്കും അടുത്ത റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇവിടെ പിന്നെ ഒരു റേസൊക്കെ നടക്കുന്നുണ്ട്. എടാ പിഞ്ചാനെ, നീ ഇതിൽ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ 3ാമത്തെ റേസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഈ റേസിലും കൂടി ജയിക്കാനായിട്ട് നോക്കി നോക്കാം. ഇവിടെ പിന്നെ രാത്രി സമയത്ത് നമ്മൾ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എന്തെങ്കിലും ആവട്ടെ, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല, നമ്മൾ ഈ റേസിൽ ജയിക്കും. ഇവിടെ പിന്നെ നമ്മൾ 6ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ.
നമുക്ക് എല്ലാവരും ഓവർടേക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് 5 കഴിഞ്ഞു, 4 പോട്ടെ പോട്ടെ പോട്ടെ. ഈ റേസും എനിക്ക് ജയിക്കാൻ പറ്റും. ഈ റേസ് അത്രയ്ക്ക് ടഫൊന്നുമല്ല, ഇതൊരു സിമ്പിൾ റേസാ. ലെറ്റ്സ് ഗോ. ഇവിടെ ഞാൻ എല്ലാവരും ഓവർടേക്ക് ചെയ്തു. പക്ഷെ വേറെ ഒരുത്തൻ എന്നെ ഓവർടേക്ക് ചെയ്തല്ലോ. അവനെ ഞാൻ വീണ്ടും ഓവർടേക്ക് ചെയ്തു. അല്ല പിന്നെ ഇതെന്ത് കഷ്ടത്. ഇവന്ത് വീണ്ടും കയറിപ്പോയി. നിക്കടവിടെ, എങ്ങോട്ടേക്ക് പോണേ? ഇവൻ്റെ വണ്ടി പിന്നെ ഏതാണതോ? ഏതായാലും നല്ല സ്പീഡുണ്ട്. എൻ്റെ വണ്ടി പിന്നെ മോശമൊന്നുമല്ല, BMW M5 നൈസ് വണ്ടിയാ. ഈ റേസിൽ പിന്നെ വലിയ വളവൊന്നുമില്ല കേട്ടാ, ചെറിയ ചെറിയ വളവാ, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ആ മാപ്പിലേക്ക് നോക്കി നോക്കിയേ, വലിയ വളവൊക്കെ വരാൻ പോവാ. ഇനിയാണ് ശരിക്കുള്ള കളി ആരംഭിക്കാൻ പോണേ. ഇവിടെ ഒരു വളവുണ്ട്. അയ്യോ, ഞാൻ നേരെ അപ്പുറത്തെ പറമ്പിൽ പോയല്ലോ. സീനില്ല, എല്ലാവരും ഓവർടേക്ക് ചെയ്യാം. ഒരാൾ കടന്നു പോയിട്ടുണ്ട്. എന്താണ് ബ്രോ, മോഡാണോ? അങ്ങോട്ട് മാറിക്ക്. ഞാനങ്ങനെ ഈ റേസിലും കൂടി ജയിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.